ഒരാഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. LPG ക്ഷാമം മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി, നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണ സമരം, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോനും തമ്മിലുണ്ടായ തർക്കങ്ങളുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക സാമൂഹിക വെല്ലുവിളികളിൽ ഒന്നായി പാചകവാതക ക്ഷാമം മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെയും അതുവഴി ഇന്ത്യയുടെ ആഭ്യന്തര വിതരണ ശൃംഖലയെയും തകിടം മറിച്ചിരിക്കുന്നു. വാണിജ്യ ഗാർഹിക മേഖലകളിൽ ഒരുപോലെ പടരുന്ന ഈ പ്രതിസന്ധി രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെയും സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണം ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതിയുടെ ഭൂരിഭാഗവും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടത് പാചകവാതക ഇറക്കുമതിയെ സാരമായി ബാധിച്ചു. ഇത് വിപണിയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യതയിൽ 60% കുറവുണ്ടാക്കി. ആവശ്യത്തിന് ഇന്ധനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾ വിതരണത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പ്രശ്നം കൂടുതൽ വഷളാക്കി. LPG പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെയാണ്. കേരളത്തിൽ മാത്രം ഇതിനോടകം 40% ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു എന്നത് പ്രശ്നത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും വിഭവങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കൂടുതൽ ഗ്യാസ് ആവശ്യമുള്ള പലഹാരങ്ങളും ഫ്രൈഡ് വിഭവങ്ങളും മെനുവിൽ നിന്ന് ഒഴിവാക്കാൻ ഉടമകൾ നിർബന്ധിതരായി. പലരും ഇഡലി പോലുള്ള ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങളിലേക്ക് ചുരുങ്ങി. വിറക് അടുപ്പുകൾ ഒരു ബദലായി കാണുന്നുണ്ടെങ്കിലും നഗരങ്ങളിലെ മലിനീകരണ നിയന്ത്രണ നിയമങ്ങളും സ്ഥലപരിമിതിയും ഇതിനെ തടസ്സമാകുന്നു. വാണിജ്യ മേഖലയിലെ ക്ഷാമം പരോക്ഷമായി ഗാർഹിക ഉപഭോക്താക്കളിലേക്കും പടരുകയാണ്. സിലിണ്ടറുകളുടെ ബുക്കിംഗ് കാലാവധി 21 ദിവസത്തിൽ നിന്നും 25 ദിവസമായി ഉയർത്തിയതും വിതരണത്തിലെ കാലതാമസവും സാധാരണക്കാരുടെ അടുക്കളകളെ നിശ്ചലമാക്കുന്നു. ഇന്ധന ലഭ്യത കുറഞ്ഞതോടെ കരിഞ്ചന്തയിൽ സിലിണ്ടറുകൾക്ക് ഇരട്ടിയിലധികം വില ഈടാക്കുന്ന പ്രവണതയും വർദ്ധിച്ചുവരുന്നു. ഇത് സാധാരണ കുടുംബങ്ങളുടെ ബജറ്റിനെ താളം തെറ്റിക്കുന്നു. സർക്കാർ തലത്തിലുള്ള അടിയന്തര ഇടപെടലുകൾ മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് ഏക പരിഹാരം. പശ്ചിമേഷ്യയെ മാത്രം ആശ്രയിക്കാതെ റഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയ ബദൽ സ്രോതസ്സുകളിൽ നിന്ന് ഇന്ധനം എത്തിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ വേഗത്തിലാക്കണം. കൂടാതെ കരിഞ്ചന്ത തടയാനുള്ള കർശന നടപടികളും ഊർജ്ജ സംരക്ഷണത്തിനായുള്ള ബോധവൽക്കരണവും അനിവാര്യമാണ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മേഖലയിലെ നഴ്സുമാരുടെ ശമ്പളം പുതുക്കി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനമാണ് നിലവിലെ വിവാദങ്ങൾക്കും സമരങ്ങൾക്കും അടിസ്ഥാനം. 2018 ശേഷം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ലെന്നും നിലവിലെ ജീവിത ചെലവ് പരിഗണിക്കുമ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്ത വർധനവ് തുച്ഛമാണെന്നുമാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് മാർച്ച് 9 മുതൽ സംസ്ഥാന വ്യാപകമായി സമ്പൂർണ്ണ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 7 പുറത്തിറങ്ങിയ സർക്കാർ കരട് വിജ്ഞാപനമനുസരിച്ച് സ്റ്റാഫ് നഴ്സുമാരുടെ മിനിമം ശമ്പളം ആശുപത്രിയിലെ കിടക്കകളുടെ എണ്ണത്തിന് അനുസൃതമായി 25,450 രൂപ മുതൽ 30,880 രൂപ വരെയാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കേവലം 3,000 രൂപയുടെ മാത്രം വർധനവാണെന്നും നഴ്സുമാരെ വഞ്ചിക്കുന്ന നിലപാടാണെന്നുമാണ് സംഘടനയുടെ ആരോപണം. അടിസ്ഥാന ശമ്പളം കുറഞ്ഞത് 40,000 രൂപയായി ഉയർത്തണമെന്ന ആവശ്യത്തിൽ UNA ഉറച്ചു നിൽക്കുന്നു. മാനേജ്മെന്റുകളെ സഹായിക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഇതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും UNA അഖിലേന്ത്യൻ പ്രസിഡന്റ് ജാസ്മിൻ ഷാ വ്യക്തമാക്കി. സർക്കാർ വിജ്ഞാപനത്തോടുള്ള പ്രതിഷേധ സൂചകമായി മാർച്ച് 9 തിങ്കളാഴ്ച മുതൽ സ്വകാര്യ ആശുപത്രി മേഖലയിൽ നഴ്സുമാർ സമ്പൂർണ്ണ പണിമുടക്ക് ആരംഭിച്ചു. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട് തുടങ്ങിയ ജില്ലകളിലെ പ്രധാന ആശുപത്രികളിലെ പ്രവർത്തനത്തെ സമരം സാരമായി ബാധിച്ചു. OP വിഭാഗങ്ങൾ ഔദ്യോഗികമായി തടസ്സപ്പെടുകയും പലയിടത്തും ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരികയും ചെയ്തു. കാഷ്വാലിറ്റി, ICU, വെന്റിലേറ്റർ തുടങ്ങിയ അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും സമരം ശക്തമാകുന്നതോടെ ഈ വിഭാഗങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി. സമരത്തിന്റെ ഭാഗമായി സെലക്ടീവ് സ്ട്രൈക്ക് എന്ന രീതിയാണ് UNA സ്വീകരിച്ചിരിക്കുന്നത്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകാൻ തയ്യാറാകുന്ന ആശുപത്രികളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് സംഘടന പ്രഖ്യാപിച്ചിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്തെ 490ഓളം സ്വകാര്യ ആശുപത്രികളിൽ 340ലധികം സ്ഥാപനങ്ങൾ 40,000 രൂപ മിനിമം ശമ്പളം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരം ആശുപത്രികളിൽ നഴ്സുമാർ ഡ്യൂട്ടിക്ക് ഹാജരാകുന്നുണ്ട്. എന്നാൽ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ചില വലിയ കോർപ്പറേറ്റ് ആശുപത്രികൾ ഈ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അവിടെ സമരം അതീവ ഗുരുതരമായി തുടരുകയാണ്. നഴ്സുമാരുടെ പണിമുടക്ക് അനധികൃതമാണെന്നും
14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ആരോപിച്ച് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ പോലീസിനും സർക്കാരിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണിമുടക്കുന്ന നഴ്സുമാർക്ക് പകരം ട്രെയിനി നഴ്സുമാർ ഉപയോഗിച്ച് പ്രവർത്തനം നടത്താൻ ചില മാനേജ്മെന്റുകൾ ശ്രമിച്ചത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഘർഷത്തിന് കാരണമായി. അതേസമയം നഴ്സുമാരുടെ സമരം അന്യായവും അനാവശ്യവുമാണെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. 2 നഴ്സുമാർ മാത്രമാണ് അതിൽ ഇവരെ പ്രതിഷേധം മറികടന്നുകൊണ്ട് അതിൽ ഇന്നലെ ജോയിൻ ചെയ്ത് 25 നഴ്സുമാരെയും അവർ മടക്കി അയച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം 7 ക്രിട്ടിക്കൽ കെയറിൽ അതിൽ 3-4 പേഷ്യന്റ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ്, കിഡ്നി മാറ്റിവെച്ച പേഷ്യന്റ്, കരൾ മാറ്റിവെച്ച പേഷ്യൻസ് ഒക്കെ ICUയിലും അതേപോലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലും പരിചരണം ആവശ്യപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ നിന്ന് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇറങ്ങിപ്പോയി സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ആ സേവനം നികത്തുന്നതിന് വേണ്ടി ഒരു അപ്പോയിന്റ് ചെയ്ത് പുതുതായി ജോയിൻ ചെയ്യാൻ തയ്യാറുള്ള നഴ്സുമാരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവരെ തടയുന്നത് ഏത് മനുഷ്യത്വമാണ്? ആരോടുള്ള ഒരു കടപ്പാടാണ് അവർ കാണിക്കുന്നത്? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും സംഘടനയോ വ്യക്തിയോ അങ്ങനെ ചെയ്യുമോ? അവർ കിടക്കുന്ന ആളുകളുടെയും ജീവൻ വലുതല്ലേ? അവരുടെ സാലറി മാത്രമല്ലല്ലോ, രോഗികളെ ജീവനും വലുതല്ലേ? അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ 14 ദിവസം നോട്ടീസ് തന്ന് നിയമാനുസൃതമുള്ള സമരമാണെങ്കിൽ അതിന് യാതൊരു ഇതുമില്ലല്ലോ. ഈ സമരം ചെയ്യാത്ത ആളുകളെ ജോലി ചെയ്യാതെ തടയുക, അല്ലെങ്കിൽ നോട്ടീസ് ഇല്ലാതെ ഇറങ്ങിപ്പോവുക, ഒരു ആവേശത്തിന്റെ പുറത്ത് സമരം ചെയ്യുന്നത് കേരളത്തിന് ഭൂഷണമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആശുപത്രിയുടെ മാനേജ്മെന്റും അവരുടെ വ്യക്തിപരമായി ആ സ്ഥാപനത്തിലെ ജോലി അവരുടെ സേവനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂടുതൽ ദിവസം ആബ്സെന്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് അൺഓതറൈസ്ഡ് ആബ്സെന്റ് ആണ് ഒരു ഇല്ലീഗൽ സ്ട്രൈക്കിൽ പങ്കെടുക്കുക എന്നുള്ളത്. ലീഗൽ സ്ട്രൈക്കിലാണെങ്കിൽ മാത്രമാണ് ഒരു അവകാശമായി മാറുന്നത്. അല്ലെങ്കിൽ അവരെ എതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അവിടെ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സേവനം നൽകാനുള്ള സംവിധാനങ്ങൾ അതാത് സ്ഥാപനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്, റിക്വയർമെന്റിനനുസരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാ മെമ്പർമാരോട് പറഞ്ഞിട്ടുള്ളത്. ആരും പ്രകോപനമായ രീതിയിലൊന്നും ഇതിനെ പ്രതികരിക്കേണ്ട എന്നും അത് വളരെ സമവായത്തോടു കൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമരം തുടർന്ന് അൺഓതറൈസ്ഡ് ആബ്സെന്റ് അധികമായി ആശുപത്രി പാരലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അതുപോലുള്ള നടപടികൾ അതാത് സ്ഥാപനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് തീരുമാനിക്കും. അത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഓണേഴ്സ് അസോസിയേഷൻ സ്റ്റാഫിനെതിരെ ജീവനക്കാർക്കെതിരെ നാളെ മുതൽ പിരിച്ചുവിടും എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ കൊടുക്കരുത്. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ ചർച്ചകളിൽ പ്രധാനമായി ഇടം പിടിച്ചത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോനും തമ്മിലുണ്ടായ തർക്കങ്ങളും അതിനെ തുടർന്നുണ്ടായ നാടകീയ സംഭവങ്ങളുമാണ്. പത്തനാപുരം MLA കൂടിയായ മന്ത്രിയുടെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ പരസ്യമായതും തുടർന്ന് അദ്ദേഹം നടത്തിയ ചില വിവാദ പരാമർശങ്ങളും വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ ബിന്ദു മേനോൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെയാണ് ഈ വിഷയത്തിൽ ഒരു താൽക്കാലിക പരിഹാരമുണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. കൊല്ലം വാളകത്തെ കുടുംബ വീട്ടിൽ വെച്ചുണ്ടായ ചില സംഭവങ്ങളാണ് വിവാദങ്ങൾക്ക് ആധാരം. ബിന്ദു മേനോൻ അവിടെ എത്തിയപ്പോൾ മന്ത്രിയും മറ്റൊരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ തടഞ്ഞുവെന്നും ബിന്ദു ആരോപിച്ചിരുന്നു. ഈ സംഭവത്തിൽ ബിന്ദു 112 എന്ന പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചതും എന്നാൽ പോലീസ് കൃത്യമായി ഇടപെട്ടില്ല എന്ന പരാതിയും ഉയർന്നു. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. തനിക്ക് ഒരാളോടല്ല 5000 പേരോട് പ്രണയമുണ്ടെന്നും പ്രണയിക്കാത്തവരായി ആരുണ്ടെന്നുമാണ് മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് ചോദിച്ചത്. ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു? മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലുമാണ്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത്, പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJPയും പങ്കാളികളും. എല്ലാ രാഷ്ട്രീയമായി ഇത് ഒരു കാര്യം ഞാൻ പറയാം. പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. 2001 ആരാണ് ഗണേഷ് കുമാർ എന്നറിയില്ല, വെറും സിനിമാ നടനും
ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മോനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എൻ്റെ മത്സരിക്കുമ്പോൾ എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ക്രൈം വാരിക ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ വിതരണം. ഞാൻ 10,000 വോട്ടാണ് ജയിച്ചത്. വലിയ നേതാവായിരുന്ന രാജീവ് ഗാന്ധി മരിച്ച ചിതാഭസ്മവുമായി പ്രചരണം നടത്തിയപ്പോൾ 1800 വോട്ടിന് കൊടിക്കുന്ന് സുരേഷ് ലീഡ് ചെയ്ത ആര്യങ്കാവ് പഞ്ചായത്തിൽ 8 വോട്ടിന് എനിക്ക് ലീഡുണ്ടായിരുന്നു. അത് 1500 വോട്ട് കൊടിക്കുന്ന് സുരേഷിന് പുറകിലായിരുന്നു. അദ്ദേഹം ചിതാഭസ്മമായി വന്നപ്പോൾ LDFന് മുൻതൂക്കമല്ല ആര്യങ്കാവ് പഞ്ചായത്തിൽ അദ്ദേഹം 1800 വോട്ടിന് പുറകിലായിരുന്നു. പക്ഷേ ഞാൻ മത്സരിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിയായി എനിക്ക് 8 വോട്ട് കൂടുതൽ കിട്ടിയതാണ്. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇത് രാഷ്ട്രീയമല്ല, ഇത് കേരള ജനതയുടെ ഒരു ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെയേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്, അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായാൽ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. അത് നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു, വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ചു ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി ആ അമ്മ കമലാ സുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. ഇത് കുശുമ്പല്ലേ? അത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഒരാളെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, കെടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിച്ചു. ഇവിടെ ഈ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ അവരുടെ സഹോദരങ്ങളായിട്ട് കാണുന്നവരാണ്. അവരെ നിങ്ങൾ ഇവിടെ കുറെ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടെ നിൽക്കുന്നവരാണ് അവർ. ഒരുത്തന് രാഷ്ട്രീയത്തിൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നാടിന് എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പത്തനാപുരത്തുകാർക്കുണ്ട്. ഇതിനേക്കാളും വലുത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലുണ്ടായിരുന്നു. 2013 ഞാൻ രാജിവെച്ചതിന് ശേഷം വന്ന ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കൂടി. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛന് ഭൂരിപക്ഷം കൂടിയല്ലോ എന്ന് ചോദിച്ചു. ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് 2013 എന്നെ രാജിവെപ്പിച്ചു, കള്ളം പറഞ്ഞ് രാജിവെപ്പിച്ചു. വീട്ടിനകത്ത് നിന്ന് തന്നെ, എനിക്കെപ്പോഴും വീട്ടിനകത്ത് നിന്ന് തന്നെയാണ് ശത്രുക്കൾ, വെളിയിൽ നിന്നാരും വരാറില്ല. ബഹുമാനായ VS അച്യുതാനന്ദൻ എല്ലാവരുടെയും അഴിമതി കണ്ടെത്തുന്ന അദ്ദേഹം പോലും ഞാൻ അഴിമതിക്കാരനല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ അഴിമതിക്കാരനല്ല, രാഷ്ട്രീയത്തിലാണ്. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നവനല്ല, KSRTC ജീവനക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അവരൊന്നടങ്കം എൻ്റെ കൂടെ നിൽക്കണം. ഒരാൾ ഏറ്റവും മിടുക്കനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പം ഇന്നലെ പറഞ്ഞല്ലോ NSS എന്നെ പുറത്താക്കി എന്നല്ലായിരുന്നു വാർത്ത. എന്തായി? NSS എന്നെ പുറത്തായി. എന്ത് പരാതി? അതിപ്പോ ഒരു സമുദായം വരുമ്പോൾ അതൊന്നുമല്ല, പുറത്താക്കി മാറ്റി കമ്മിറ്റി വിരിച്ചു വിട്ടു എന്നൊക്കെ ആയിരുന്നു. എന്ത്? അതൊക്കെ വെറുതെ പറയുന്നില്ല. ഇതൊക്കെ ഇലക്ഷൻ അടുത്തത് കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പാണ്. പിന്നെ NSSൽ റോഡിലിറങ്ങി ജാഥ നടത്താൻ നിങ്ങൾ മനസ്സിലാവും. NSSൽ റോഡിലിറങ്ങി പ്രതിഷേധ ജാഥ നടത്താൻ ആഹ്വാനം ചെയ്യാൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ, അത് NSSന്റെ ജനറൽ സെക്രട്ടറിക്കാണ്. അല്ലാതെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോ താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്കോ ഒന്നും ജനങ്ങളെ, നായർ സമുദായത്തിൽപ്പെട്ടവരെ റോഡിലിറക്കി മുദ്രാവാക്യം വിളിക്കാൻ അനുവാദമില്ല. ശബരിമല വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു ശരണം വിളിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു. അത് കേരളത്തിലാകെ അലയടിച്ചു. എല്ലാ നായർ സമുദായങ്ങളും രാഷ്ട്രീയത്തിനപ്പുറമായി പങ്കെടുത്തു. അല്ലാതെ ഗണേഷ് കുമാറിനെതിരായിട്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ജാഥ നടത്താനുള്ളതല്ല NSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ആളാണെങ്കിലും ഞാൻ NSSൽ രാഷ്ട്രീയം കാണാറില്ല. അപ്പോൾ ആ രാഷ്ട്രീയം അതിനിടയിൽ കൂടെ എടുത്ത് മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് NSSന്റെ നേതൃത്വം തീരുമാനിക്കും. പിന്നല്ലാതെ ആരാണ് പട്ടാഴിയിൽ ജാഥ നടത്തിയത്? BJPക്കാരില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, കേരള കോൺഗ്രസ്സുകാരില്ല, ആരുമില്ല. കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ പട്ടാഴിയിൽ ഇന്നലെ ജാഥ നടത്തി എന്ന് പറയുന്നിടത്ത്. BJPയുടെ ഇവിടുത്തെ നേതാവ് എഴുതിയിട്ടുണ്ട്, NSSനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കേണ്ട കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ കാണണം. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായി തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്, എല്ലാ തവണയും ഉള്ളതാണ്. ആരാണ് എന്നെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ 2001 മത്സരിക്കുമ്പോൾ എനിക്കെതിരെ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു. പിന്നെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നുണ്ട്. ഗണേഷ് കുമാർ പ്രണയം ഞാൻ മാധവക്കുട്ടി പറഞ്ഞതുപോലെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെയും അവരൊക്കെ മഹാന്മാരാണല്ലോ. അസൂയ അതൊക്കെ കുശുമ്പ. നമ്മൾ എല്ലാവരും പ്രണയിക്കും, അപ്പോൾ ആർക്കും അസൂയ ഉണ്ടാവുമല്ലോ. പണ്ട് ഒരാളൊരു ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അവർ ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു,
ഇടാ എല്ലാവരും വാങ്ങിക്കട്ടെ, അപ്പോൾ നമ്മൾ വാങ്ങിക്കാതെ ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാകത്തില്ല, അസൂയ കാണത്തില്ലോ എന്ന്. ഇത് എല്ലാവരും പ്രണയിക്കും, അപ്പോൾ അസൂയ മാറും. അല്ല, അദ്ദേഹത്തിൻ്റെ അത്രയും അധപ്പതനമില്ല. അദ്ദേഹത്തിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. പറയാൻ യോഗ്യനായ ആൾ തന്നെയാണ്, വളരെ യോഗ്യനാണ്. അദ്ദേഹം യോഗ്യനാണെന്ന് തെളിയിച്ചു. അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അനുദിനം. ഇനി ആരൊക്കെ വരാൻ പോകുന്ന അറിയത്തില്ല. ഏതായാലും ഞാൻ അദ്ദേഹം ചെയ്ത കണക്കുള്ള പണി ചെയ്തെന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ലല്ലോ. ഇന്നും അങ്ങനെയല്ലേ, എടുത്തു നോക്കൂ. വീട്ടിനകത്ത് ശത്രു ഉണ്ടായിരുന്നല്ലോ പണ്ട്, വീട്ടിൽ നിന്നാണല്ലോ. അല്ലാതെ എന്നെ എന്നാണ് ജനങ്ങൾ എതിർത്തത്? എന്നെ എന്നാണ് അപ്പുറത്തു നിന്ന് നിയന്ത്രണത്തിൽ വരും. ചില ആളുകളുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ ചട്ടുകമായി മാറും ചില ആളുകൾ. അത് നമ്മൾ അപ്പോഴും വന്നേ. അപ്പോൾ ഒരാൾ അതെവിടെ നിന്ന് വന്നു? വെളിയിൽ നിന്ന് വന്നു. ആ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. കേരളത്തിൽ എന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷെ എന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല. ഒരു സിവിൽ കേസാണ് എന്റെ പേരിൽ കൊടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ ആരെയും അവിശ്വസിക്കാറില്ല. കാരണം എന്താ, ഞാൻ എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടും. പിന്നെ ഇത് നിങ്ങൾ കണ്ടോളൂ, എന്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കതയുണ്ട്. അത് എന്നെ സഹായിക്കും. അത് മനുഷ്യത്വമാണ്, അത് ദൈവവിശ്വാസമാണ്. ഒന്നും ബാധിക്കില്ല. വെറുതെ പറയുന്നവർക്ക് ചീത്തയാവാന്നുള്ളതല്ല. അത് ഈ നിൽക്കുന്ന സഹോദരിമാര് ഇവരാരെങ്കിലും എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ വിശ്വസിക്കണോ? നിങ്ങൾ അവരോട് ചോദിക്കുക. ഇവരെല്ലാം സ്ത്രീകളാണ് നിൽക്കുന്നത്. ആരാ ഈ ശ്രീലേഖ? അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചിറക്കി എനിക്ക് അങ്ങനെ അറിയാം. അവർ ബി ജെ പിക്കാരിയാണ്, ഞാൻ LDF-കാരനാണ്, കേരള കോൺഗ്രസ്സുകാരനാണ്. ആർക്കും വിളിച്ചുകൂടെ? വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112-ൽ. അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു ഞാൻ ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും. വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്ത് വാങ്ങാൻ എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിനെ അവരെ വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. ഈ പരാമർശം വലിയ തോതിലുള്ള സ്ത്രീ വിരുദ്ധതയായി വ്യാഖ്യാനിക്കപ്പെട്ടു. തന്റെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പരസ്യ പ്രതികരണമുണ്ടായത് തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്ന് ബിന്ദു മേനോൻ വെളിപ്പെടുത്തി. ഇത് ഒരു വ്യക്തിപരമായ വിഷയമാണെന്നും അതിനെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിച്ച് പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും അവർ നിലപാടെടുത്തു. വിവാദം കൊഴുക്കുന്നതിനിടെ മന്ത്രി തന്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറായി. ബിന്ദു മേനോന്റെ സഹോദരിയെ വിളിച്ച് മന്ത്രി സംസാരിക്കുകയും തുടർന്ന് ബിന്ദുവിനോട് തന്നെ നേരിട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. വൈകാരികമായ സംഭാഷണങ്ങൾക്കൊടുവിൽ ബിന്ദു മേനോൻ മന്ത്രിക്ക് മാപ്പ് നൽകാൻ തീരുമാനിച്ചു. തന്നെ വേദനിപ്പിച്ചത് മറ്റാരുമല്ല, സ്വന്തം ഭർത്താവാണെന്നും അദ്ദേഹം തെറ്റേറ്റു പറഞ്ഞ സാഹചര്യത്തിൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ബിന്ദു വ്യക്തമാക്കി. ഈ വിഷയം രാഷ്ട്രീയമായി വലിയ ആയുധമാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. മന്ത്രിയുടെ മുൻകാല വിവാദങ്ങളും ഇതിനോടൊപ്പം ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ബിന്ദു മേനോൻ തന്നെ പരസ്യമായി രംഗത്തെത്തി പരാതിയില്ലെന്ന് വ്യക്തമാക്കിയതോടെ സർക്കാരിനും മന്ത്രിക്കും നേരിടേണ്ടി വരുമായിരുന്ന വലിയൊരു പ്രതിസന്ധി ഒഴിവായി. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ച് DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും പരാതിക്കാരി തന്നെ പിന്നോട്ടു പോയതോടെ നിയമപരമായ നടപടികൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.